ലിബിയയിലെ ക്രൈസ്തവർക്കെതിരെ ISIS ഭീകരർ നടത്തിയ ആക്രമണങ്ങൾ മാറ്റേഴ്സ് ഓഫ് ദ ഫെയ്ത്ത് ആൻഡ് ദി നേഷൻ എന്ന സിനിമയാക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ ക്രിസ്തുവിനു വേണ്ടി ധീരരക്തസാക്ഷിയായി കൊല്ലപ്പെട്ട ലിബിയയിലെ 20 കോപ്റ്റിക് രക്തസാക്ഷികളുടെ ജീവിതം ഇതിവൃത്തമാക്കുന്ന സിനിമയുടെ ചിത്രീകരണം അണിയറയിൽ പുരോഗമിക്കുന്നു. മാറ്റേഴ്സ് ഓഫ് ദ ഫെയ്ത്ത് ആൻഡ് ദി നേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം കോപ്റ്റിക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് തവാഡ്രോസിന്റെ അനുഗ്രഹ ആശീർവാദത്തോടെയാണ് തുടങ്ങിയത്. ലിബിയയിലെ തീരദേശ നഗരമായ സിർട്ടയിലെ കടൽക്കരയിലുള്ള ഹോട്ടലിന് സമീപത്ത് വെച്ച് 2015 21 ക്രൈസ്തവരെ ISIS ഭീകരർ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത്. അവരെ വധിക്കും മുമ്പ് കൈകൾ പുറകിൽ കെട്ടിയ നിലയിൽ വസ്ത്രങ്ങൾ അണിയിച്ച് നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ തീവ്രവാദികൾ പുറത്തുവിട്ടതോടെയാണ് സമാനതകളില്ലാത്ത രക്തസാക്ഷിത്വം പുറം ലോകം അറിഞ്ഞത്. 2 വർഷത്തിന് ശേഷമാണ് കൂട്ടത്തോടെ ഇവരെ അടക്കം ചെയ്ത സ്ഥലം കണ്ടെത്തിയതും ഭൗതികാവശിഷ്ടങ്ങൾ ജന്മനാട്ടിലേക്ക് കൊണ്ടുവന്നതും. ക്രിസ്തുവിനെ പ്രതി കൊല്ലപ്പെട്ട യുവാക്കളായ കോപ്റ്റിക് ക്രൈസ്തവരുടെ ജീവിതം, കുടുംബം, വിശ്വാസ ജീവിതം, അവരുടെ ആഗ്രഹം, പ്രതീക്ഷ എന്നിവയിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് ഈ പുതിയ സിനിമ. മിനി മാഗിയുടെ തിരക്കഥയിൽ യൂസഫ് നബിലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും മറ്റും സമാഹരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എഴുത്തുകാരി കൂടിയായ മിന മാഗി മനോഹരമായ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഇവരെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചിരുന്നു.